Hello everyone, I am Ajay. Welcome to another episode of Varna Prapancham. ഇത് ഏതോ ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. റൈറ്റ് സൈഡിൽ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്. ദാണ്ട പോകുന്നു, കാറും കൊണ്ട് പോകുന്നതാണ്. അതിൽ 1, 2, 3, 4, 8 കാറുണ്ട്. ഇതുപോലത്തെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് പെട്രോളിയം പ്രോഡക്റ്റ് ടാങ്കർ ലോറികളുണ്ട്. ഇതിവിടുത്തെ ഓരോ കൃഷി സ്ഥലങ്ങളൊക്കെയാണ്. വിളവെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ തരിശായിട്ട് ഇട്ടിരിക്കുന്ന ഭൂമിയാണ് ഇതൊക്കെ. ചിലയിടങ്ങളിലൊക്കെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചിച്ച് കാണുന്നതൊക്കെ എന്തൊക്കെയോ പ്ലാന്റ് ചെയ്തേക്കാണ് അവിടെ. ഈ സീസണിൽ മിക്കവാറും ഈ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഒക്കെ ആയിരിക്കും മിക്കവാറും പ്ലാൻ ചെയ്യുന്നത്. അതിനിടയിൽ ഇതുപോലത്തെ ചില റെസിഡൻഷ്യൽ ഏരിയാസ്, ഫാം ഹൗസുകൾ ഒക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. അത് കാനഡയിലും അതെ, US-ലും അതെ. ഇത് വേറൊരു ടാങ്കർ ലോറിയാണ്, വേറൊരു മോഡലാണ്. ഓരോ കമ്പനികളുടെയൊക്കെ പെട്രോളിയം പ്രൊഡക്റ്റുമായിട്ട് പോകുന്ന ഡീസൽ, പെട്രോള്, മറ്റ് ഐറ്റംസുകളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അസല ഇത് കണ്ടുള്ള മനസ്സിലാകുന്നുണ്ടോ ഇതെന്താന്നുള്ളത്? ക്യാരറ്റിന്റെ സീസൺ ആണെന്ന് തോന്നി. ഇപ്പൊ ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് അല്ലേ, ഉള്ളി അല്ലേ, ഉള്ളിയുടെ സീസൺ ആണ് ഇപ്പൊ. ഇത് അടുത്ത സ്റ്റേറ്റായി ഒഹയോ. മിഷിഗണൊക്കെ കഴിഞ്ഞ് ഒഹയോയിലോട്ട് നമ്മൾ കയറിയിരിക്കുകയാണ്. ഒഹയോ എന്നും പറയും. ട്രക്കിൻ്റെ കമ്പനികളാണ്, ട്രക്കിൻ്റെ സെയിൽസ് ഒക്കെയാന്ന് തോന്നുന്നു. ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടേക്കാണ്. ഒഹായോയുടെ വ്യത്യസ്തമാർന്ന ചില സ്ഥലങ്ങളാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. I-75 തന്നെയാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ. US-നകത്ത് കൂടി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഹൈവേ. ഇവിടുത്തെ ചില റെസിഡൻഷ്യൽ ഏരിയകളൊക്കെയാണ് ഈ ഹൈവേയോട് ചേർന്ന് കാണുന്ന. ഇൻഡിവിജ്വലായിട്ടുള്ള ചില വില്ലകളൊക്കെയാണ്, കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളതാണ്. ഒഹായോ കാണാനൊക്കെ നല്ല അടിപൊളിയാണ് ശരിക്കും. ഇതിൻ്റെ ഒരു പ്രാവശ്യം ഞാൻ ഇതിൻ്റെ ടൗൺ ഏരിയയിലോട്ടൊന്ന് കയറിയായിരുന്നു. പള്ളികളുണ്ടെന്ന് ഇവിടെ. ഇതുപോലെ ചർച്ച്. എല്ലാം വൻകിട ഫാക്ടറികളാണ് മൊത്തം. ശരിക്കും പറഞ്ഞാൽ ഈ ഒഹായോ, മിഷിഗൺ, ഇൻഡ്യാന ഇതെല്ലാം മൊത്തം ഇൻഡസ്ട്രിയൽ ഏരിയകളാണ് അല്ലേ? ഇവരൊക്കെ എന്തൊക്കെയോ പരിപാടികളാണ്, കൺസ്ട്രക്ഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒഹായോ റിവർ. ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല. എല്ലാം ബിസിനസ് സിറ്റീസുകൾ എല്ലാം. ഈ ബിൽഡിംഗ് കാണാൻ നല്ല രസമുണ്ട്. ഓ, ഹോളിവുഡിൻ്റെ ആണല്ലോ. ഹോളിവുഡ് ക്യാസിനോ അല്ലേ? ഇവിടെ ഒരു ചെറിയ ലേക്ക് പോലുണ്ട്. അതിൻ്റെ ചുറ്റും കുറേ വീടുകളുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. ഇതിവിടെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. കാനഡയിലും US ഇതുപോലത്തെ RV നമ്മുടെ കാറിൻ്റെ ബാക്കിൽ ഇതേപോലെ കണക്ട് ചെയ്തിട്ട് ഒരുപാട് RVകൾ ഇവിടെയുണ്ട്. ഇവിടെ സ്കെയിൽസ് ആണ്. US കാനഡയിലും ഇതുപോലെ സ്കെയിൽസുകൾ ഒരുപാടുണ്ട്. നമ്മുടെ വാഹനത്തിൻ്റെ വെയിറ്റ്, അതായത് ട്രക്കും ട്രെയിലറും ഉൾപ്പെടെയുള്ള വെയിറ്റ് നോക്കുന്നതാണ്. നമുക്ക് അലൗഡ് ആയിട്ടുള്ള വെയിറ്റ് ഉണ്ട്. ഓരോ സ്റ്റിയറിംഗ് ആക്സിൽ, ഡ്രൈവ് ആക്സിൽ, ടാൻഡം ആക്സിൽ, അതായത് ട്രെയിലർ ആക്സിൽ ഓരോ വെയിറ്റുകൾ അതിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ വെയിറ്റിന് അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇത് കയറിയാൽ അത് ടിക്കറ്റാണ്. അത് ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വെയിറ്റ് കൂടുതലാണെങ്കിൽ അത് നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ടുള്ള സംവിധാനമുണ്ട്. ഒന്നും പറ്റിയില്ലെങ്കിൽ അത് രണ്ടാമത് അത് എവിടെയാണ് ലോഡ് ചെയ്തെടുത്ത് തന്നെ അത് കൊണ്ടുപോയിട്ട് ഇറക്കി കയറ്റേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും വെയിറ്റ് ഇവിടെ ബാലൻസ് ചെയ്ത് പോകണം. ഇത് ഓരോ സ്റ്റേറ്റ് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ഇതുപോലത്തെ സ്കെയിൽസുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ചിലയിടത്തൊക്കെ നമുക്ക് ഇതിലെ സിസ്റ്റം അനുസരിച്ച് ഇവിടെ നമുക്ക് ELD ഉണ്ട്. ഈ ഇലക്ട്രോണിക് ലോഗിങ് ഡിവൈസ് ആണ്. അപ്പോൾ അതിനകത്തിൽ നമുക്ക് ചിലപ്പോൾ ഇതിനകത്ത് ബൈപ്പാസ് കിട്ടും. ബൈപ്പാസ് ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് കയറണ്ട. ഫോളോ ദ റോഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് കയറണം. വെയിറ്റ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ഗ്രീൻ ലൈറ്റ് കിട്ടി നമുക്ക് പോകാൻ പറ്റും. അതല്ല എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ അവർ ഫുൾ ഓവർ ചെയ്യും. പിന്നെ അവർ എല്ലാം A to Z കാര്യങ്ങൾ അവർ ചെക്ക് ചെയ്യും. ഇവിടെ എപ്പോഴും ഒരു ഡ്രൈവറുടെ റെസ്പോൺസിബിലിറ്റിയാണ് വെയിറ്റ് ചെക്ക് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത്. ഇതൊരു റെസ്റ്റ് ഏരിയ ആണ്. ഈ റെസ്റ്റ് ഏരിയയിൽ നമുക്ക് ഇതുപോലെ ട്രക്ക് പാർക്ക് ചെയ്യാം. ചെറിയ കാറുകളൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. അത്യാവശ്യം നമുക്ക് റീഫ്രഷ് ചെയ്യാം. വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട്. അത്യാവശ്യം സ്നാക്സ്, ബുക്സ് റീഡിങ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയുന്ന, നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെ ഡോഗ് പാർക്കിങ്സ് ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ ഒരുപാട് റെസ്റ്റ് ഏരിയാസ് ഉണ്ട്. ഇനി നെക്സ്റ്റ് റെസ്റ്റ് ഏരിയ കാണുന്നത് 40 കിലോമീറ്ററിന് അപ്പുറത്താണ്. 40 മൈലിന് അപ്പുറത്താണ്. ഇതുപോലത്തെ ഒരുപാട് നീർത്തടാകങ്ങളൊക്കെ ഈ റോഡിൻ്റെ ഹൈവേയുടെ സൈഡുകളിലൊക്കെ ഉണ്ട്. ഈ റോഡിന് പാരലായിട്ട് തന്നെ ഇതിങ്ങനെ കിടക്കുകയാണ്. ഇവിടുന്ന് വലത്തോട്ട് ഒഴുകി പോവുകയാണ്. വൻകിട ഇൻഡസ്ട്രിയൽ ഏരിയകളാണ് ഇതെല്ലാം. കാണുന്ന ഒരു റെസ്റ്റ് ഏരിയയിലേക്ക് നിർത്തുകയാണ്. അപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങളുടെ ഡ്യൂട്ടി ഷിഫ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഇതുവരെ റസലാണ് ഓടിച്ചത്. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ മാറി ഓടിക്കുകയാണ്. ഇവിടെയാണ് ഈ റെസ്റ്റ് ഏരിയ. ഇവിടെ ഇതിനകത്തിൽ വാഷ്റൂം ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇവിടെ എവിടെയെങ്കിലും സ്പേസ് ഉള്ളിടത്ത് നോക്കി ഒന്ന് പാർക്ക് ചെയ്യണം. അത് കഴിഞ്ഞൊന്ന് റീഫ്രഷ് ആവണം.
ഇതാണ് ഈ റെസ്റ്റ് ഏരിയ. ഇവിടെ പാർക്ക് ചെയ്തു. ഇനിയും കുറച്ച് സമയം ഒന്ന് ഒരു അരമണിക്കൂർ റെസ്റ്റ്. ആ റെസ്റ്റിനുള്ളിൽ റീഫ്രഷ് ആകുന്നുണ്ട്. ബാത്റൂം ഫെസിലിറ്റി ഉണ്ട്. അവിടെ പോയി ഒന്ന് റീഫ്രഷായി നേരെ വീണ്ടും കണ്ടിന്യൂസ് ഡ്രൈവാണ്. നമ്മുടെ ജാക്സൺ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. ഈ റെസ്റ്റ് ഏരിയയുടെ കുറച്ച് ഫെസിലിറ്റീസുകൾ ഞാൻ കാണിച്ചു തരാം, ഇവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇത് I-75 ആണ്. അതിന് പാരലായിട്ടുള്ള റെസ്റ്റ് ഏരിയയാണ് നമ്മളിപ്പം എടുത്തേക്കുന്നത്. നമ്മുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമ്മളിനി റെസ്റ്റ് ഏരിയയിലോട്ട് പോവുകയാണ്. ഇതൊരു ഏരിയയാണ്. ഏരിയ എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താ പറയുന്നത്, നാട്ടിലെന്നാ പറയുന്നത്, കാരവാൻ. ഈ കാണുന്നതൊക്കെ കാറയിലൊക്കെ വരുന്നവർക്ക് പാർക്ക് ചെയ്യാനുള്ള ഏരിയയാണ്. ഇത് ട്രക്കിൻ്റെ മാത്രമായിട്ടുള്ളതാണ്. ഈ സൈഡിലെല്ലാം കാറാണ് പാർക്ക് ചെയ്തേക്കുന്നത്. വിൻ്റർ ആയതുകൊണ്ടാണ് മരത്തേലൊന്നും ഒരു ഇല പോലും ഇല്ല. ഈ റെസ്റ്റ് ഏരിയാസിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി. ഇത് ശരിക്കും സമ്മറിൽ കാണാൻ അടിപൊളിയാണ്. അതുകൊണ്ട് ആ മരത്തിൻ്റെ മുകളിൽ കിളിക്കൂടുണ്ട് നോക്കി. ഈ കാണുന്നത് ഹൈഡ്രൻ്റ് ആണ്. അതായത് ഫയർ വല്ലതും വന്നു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നാണ് വെള്ളം എടുക്കുന്നത്, ഫയർഫോഴ്സ് വന്നിട്ട്. ഓട്ടോമാറ്റിക് ഡോറാണ്. എന്താ ഇവിടെ അത്യാവശ്യം എന്താ ഇവിടെ ഡ്രിങ്ക്സൊക്കെ ഇരിപ്പുണ്ട്. ഇത് നമുക്ക് കാർഡ് ഇട്ടെടുക്കാൻ പറ്റും. സ്നാക്സ് ഉണ്ട്. ഇതാ ഇവിടെ ചോക്ലേറ്റ്, ഇതെല്ലാം ഇവിടെയുണ്ട്. അതാണ് ഇവിടുത്തെ വാഷ്റൂംസൊക്കെ. ഇത് ക്ലീൻ ചെയ്യുകയാണ്. നല്ല ഏരിയ ഉണ്ട് ഇതിനകമൊക്കെ ആയിട്ട്, ഒരുപാട് ഏരിയയിലായിട്ടുണ്ട്. ഇത് ലേഡീസിൻ്റെ ആണ്, ജെൻസിൻ്റെ അപ്പുറത്താണ്. റെസ്റ്റ് റൂംസ് ഉണ്ട്. ഇതാണ്ട് ഈ ഭാഗത്തുമൊക്കെ ഉണ്ട്. ഇവിടെ ബുക്സൊക്കെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. ബുക്സൊക്കെ റീഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻസൈഡ് കാഴ്ചകളൊക്കെ. ഇവിടെ എല്ലാം നല്ല ചെയറുകളൊക്കെ ഉണ്ട് ഇവിടെ ഇരിക്കാനൊക്കെ ആയിട്ട്. കുറേ ഏരിയാസിലുണ്ട്. കാരണം ഒരുപാട് പേര് വന്നു കഴിഞ്ഞാലും വാഷ്റൂം മാക്സിമം യൂസ് ചെയ്യാനായിട്ടുള്ള സ്പേസാണ്. അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലും ഒക്കെ വാഷ്റൂമുണ്ട്. ജെൻസും ഫീമെയിൽസും ഒക്കെ ആയിട്ടുണ്ട്. വേണ്ട കണ്ടോ, ഇവിടെ ഫ്രണ്ടിലാണേലും ഇവിടെ വന്നിട്ട് ഇരിക്കാൻ. ഇപ്പം തണുപ്പാണ്. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് റിലാക്സ് ചെയ്തിട്ട് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒന്ന് റീഫ്രഷ് ആയതിനു ശേഷം അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇതാ ഇപ്പം ഇതിനകത്തിൽ ആരുമില്ല, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇൻസൈഡ് കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഇതാണ്ടൊക്കെ ഉണ്ടോ, ഇത് യൂറിനർ. ഇതിനകം ടോയ്ലറ്റ് ഫെസിലിറ്റീസാണ്. ഇത് വലുത് വീൽ ചെയറായി വരുന്നവർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി, വീൽ ചെയറായി വന്നിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഇത് കൈ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. ഇവിടെ വേസ്റ്റ് ഇടാൻ പറ്റും.
കെൻഡക്കി ബോർഡറിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്, അത് കഴിഞ്ഞാൽ ഉടനെ കെൻഡക്കിയാണ്. ടൗണിൽ ഇപ്പോൾ നല്ല തിരക്കാണ്, നല്ല ട്രാഫിക് ഉണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൊക്കെ നോക്കിയാൽ അറിയാം, നല്ല ട്രാഫിക്കാണ്. ചെല്ലുന്നിടത്തൊരു ബ്രിഡ്ജുണ്ട്, ആ പാലത്തിൻ്റെ അവിടെ ആയിരിക്കും ട്രാഫിക് എന്ന് എനിക്ക് തോന്നുന്നു. നല്ല ട്രാഫിക്കാണ്. ഇത് കണ്ടോ, ഇതൊരു ഏരിയ ആണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇതുപോലെ സൈക്കിളൊക്കെ വെച്ച് കെട്ടിപ്പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്. പാർക്ക് ചെയ്തതിന് ശേഷം ഫുഡ് പരിപാടികളൊക്കെ നടത്തി ഇടയ്ക്ക് കുറേ സൈക്ലിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇതേപോലെ കാറിൻ്റെ ബാക്കിൽ ടോപ്പിൽ ഇതുപോലെയുള്ള ഏരിയയുടെ ബാക്കിലൊക്കെ വെച്ച് കെട്ടി പോകുന്ന ഒരുപാട് ടൂറിന് പോകുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇത് കണ്ട പോലീസ് പുൾ ഓവർ ചെയ്തേക്കാണ്, എന്തോ വയലേഷൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് പിടിച്ചിട്ടേക്കാണ്. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഇപ്പം ഇങ്ങോട്ട് തിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് ബോർഡർ. ഇത് ഒഹായോ, ഇത് കഴിഞ്ഞാൽ നേരെ കെൻഡക്കിയാണ്. എല്ലാം അയണിലുള്ള പാലങ്ങളാണ്, പഴയ പാലങ്ങളൊക്കെയാണ് ഇതെല്ലാം. അങ്ങനെ ഇപ്പം നമ്മൾ കെൻഡക്കിയിലോട്ട് കയറിയിരിക്കുകയാണ്. ആ ബോർഡ് കാണുന്നത് വെള്ളയിൽ നീല എഴുതി വെച്ചിരിക്കുന്നത് കെൻഡക്കി എന്നാണ്. ഈ ബോർഡ് കെൻഡക്കി. അല്ല, അടിപൊളി ട്രാഫിക് എന്ന് പറഞ്ഞാൽ അടിപൊളി ട്രാഫിക്കാണ്. എന്നാന്ന് അറിയത്തില്ല. പക്ഷേ ബ്രിഡ്ജിൻ്റെ അവിടെ 4 ലൈനുണ്ട്, എന്നാലും ട്രാഫിക്കുണ്ട്. രാത്രിയിലൊക്കെ ഇതിലെ പോകുന്ന സമയത്ത് പറഞ്ഞാൽ യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, അടിച്ചു വിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇപ്പോൾ എന്തായാലും അങ്ങനെ പോകാൻ പറ്റുന്നില്ല. ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 55 മൈൽ സ്പീഡാണ്. ഇപ്പോൾ ട്രക്ക് ആയതുകൊണ്ട് വലിച്ചു വിട്ട് പോകാനും ഒക്കത്തില്ല, പെട്ടെന്നൊന്നും ചവിട്ടണേ കിട്ടത്തുമില്ല.